ഹായ്, നമ്മൾ പൊതുവെ സംസാരിക്കാറ് മാർക്കറ്റിംഗ് രീതികളെ കുറിച്ചാണ്. അപ്പോൾ അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ടന്റ് ക്രിയേഷൻ. അതായത് ഒരു കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്ന 90% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മളൊരു കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവണം. അതായത് നമ്മളൊരു ടാർഗറ്റ് ഓഡിയൻസ് അവരാരാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് ഇപ്പം നമുക്ക് ഒരു കുറച്ച് ഓഡിയൻസിനെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ബിസിനസ്സിന് ഏത് തരത്തിലുള്ള ബിസിനസ്സാണ്, അപ്പോൾ ആ ഒരു ബിസിനസ്സിന് സെയിൽ കൊണ്ടുവരാൻ ഏത് രീതിയിലുള്ള ഓഡിയൻസിനാണ് സാധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഓഡിയൻസിനെ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ. പിന്നെ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പൊ നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു കണ്ടന്റിൽ കൂടുതൽ ആളുകൾ എൻഗേജ്ഡ് ആവാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആ കണ്ടന്റ് വഴി ചെയ്തിരിക്കണം. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ കുറേ വീഡിയോസ് ഇടുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഏത് വീഡിയോ ആണ് ആളുകൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻഗേജ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് അതുപോലുള്ള കണ്ടന്റ്സ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പൊ നമ്മൾ ഒരു യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ യൂട്യൂബിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ തുടക്കത്തിൽ നമ്മളൊരു കണ്ടന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആരും തന്നെ കാണാണ്ടാവൂല. ഇപ്പൊ ഈ ചാനലിൽ തന്നെ ആളുള്ളത് 100 പേരാണ്. അപ്പൊ ഈ 100 പേർക്ക് വേണ്ട വാല്യൂ ഞാൻ കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്തം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ 100,000 ആവാൻ കുറച്ച് സമയം മാത്രം മതി. പിന്നെ അതേപോലെ നമ്മളൊരു ബിസിനസ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓഡിയൻസിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന ബ്ലോഗിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയിലാണെങ്കിലും നമ്മുടെ ക്ലയൻസിന് വേണ്ടി ഒരു ഹുക്ക് എപ്പോഴും ഇട്ട് വെക്കണം. അതായത് ക്ലയൻസ് ആ ഒരു സംഭവം വായിച്ചിട്ട് എല്ലാം അതിൽ തന്നെ എടുത്തിട്ട് പോകുന്ന രീതിയിലാവരുത്. അതുവഴി നമുക്കൊരു ലീഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ്സ് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. കണ്ടന്റ് സ്ട്രാറ്റജിയായി ബന്ധപ്പെട്ട ഒരു ഫുൾ വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.